നരസിംഹ രാമ രാമ പറയാ ഭാഷാബായി, ഈ സഹായത്തിന് പ്രത്യുപകരമായിട്ട് നോം എന്താ തരേണ്ടേ? എന്റെ ജീവിതത്തിലെ ചില ദിവസങ്ങൾ. എന്താ വല്ല അതിരാത്ര ഹോമം ഉണ്ടോ? നീ ഒന്ന് അഭിനയിക്കണം. അഭിനയിക്കേ? സിനിമയിലോ മറ്റോ ആണോ? നിന്നെ പോലെ വേറൊരുത്തനുണ്ട്. അവന്റെ പ്രവൃത്തികൾക്ക് നീ എങ്ങനെ ബലിയാടായോ അതുപോലെ ഞങ്ങളുമായി. കേട്ടില്ലേ മുത്തശ്ശി, എന്നെ പോലെ വേറെത്തനുണ്ടെന്ന് പറഞ്ഞപ്പോ വിശ്വസിച്ചില്ലാലോ. അതിലെന്താ ഇത്ര അതിശയിക്കാൻ? ഈ പ്രപഞ്ചത്തിൽ ഒരാളെ പോലെ 7 പേരുണ്ടെന്നാ പറയണേ. ഇപ്പൊ രണ്ടുപേരുടെ കാര്യം നോക്കിയാൽ മതി അമ്മൂമ്മ. ഒന്ന് പറഞ്ഞു കൊടുക്ക് ഭാഷാബായി. ഇവന്റെ ബോസ് കൽക്കട്ടയിൽ ഒരു വലിയ ഡോണ. അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടവനാണ് അവൻ പറഞ്ഞാൽ ഇവനാണോ? നിന്നെ പോലെ ഇരിക്കുന്നവൻ. അവനെ എത്തിച്ചില്ലെങ്കിൽ ഇവനെ കൊല്ലുമെന്ന് പറയുന്നു. അവൻ പറയണത് എന്റെ അപരനെയാണോ? അല്ല, ഇവന്റെ ബോസ്. ആദ്യം പറഞ്ഞ അവൻ എന്നെ പോലെ ഇരിക്കുന്നവനാണെങ്കിൽ രണ്ടാമത് പറഞ്ഞ അവൻ ആരാ? ആദ്യം പറഞ്ഞത് നിന്നെ പോലെ ഇരിക്കുന്നവനെ, ഇപ്പൊ പറഞ്ഞത് ഇവന്റെ ബോസിനെ. ഓഹോ, അപ്പൊ അവൻ എന്ത് പറ്റിയെന്നാ പറയണേ? ഏതവൻ? ഏതോ ഒരു മറ്റവൻ. അവന്റെ കാര്യം അവന്റെ മറ്റോ കാര്യം പിന്നെ പറയാം. അനിയന്റെ കൂടെ ഒന്ന് വരൂ. എന്താ ചെയ്യണ്ടേ? അവനെ പോലെ അവിടെ വന്ന് അഭിനയിക്കണം. വേണമെങ്കിൽ ഒരു 30 കൂടി വാങ്ങിച്ചു. 30,000 അയ്യേ, ലക്ഷങ്ങളാ. ലക്ഷങ്ങളാ? എന്താടാ പണം കണ്ടപ്പോ നീ മതി മറന്നുവോ? എന്റെ അമ്മേ, എത്ര പൂജയും ഹോമവും കർമ്മവും നടത്തിയാലോ ഇത്രയും കാശ് കിട്ടുക? അപ്പോ പണത്തിന് വേണ്ടി നീ എന്റെ കുട്ടി വിൽക്കുക? ആകെയുള്ള ഒരാണ്ടരിക്ക് എന്തെങ്കിലും സംഭവിക്കാ? ഒന്നും സംഭവിക്കില്ല അമ്മൂമ്മേ, പേടിക്കണ്ട, ടെൻഷൻ അടിക്കണ്ട. അനിയ, നീ അവിടേക്ക് വന്ന് ഒരു 3 വാക്ക് പറഞ്ഞു. ശരി, 3 വാക്ക്. അതല്ലാതെ അവിടെ വന്ന് എക്സ്ട്രാ ഒരു വാക്ക് പോലും നോം പറയില്ല. അത് മതി. പക്ഷെ നമുക്ക് ഈ ഗെറ്റപ്പ് ഒക്കെ ഒന്ന് മാറ്റണം. ഒരു വേഷം കെട്ടി പോയില്ലേ? ആടാതെ പറ്റോ? ആട് തന്നെ. എന്താണ് നീ പറയുന്നത്? അതെ അണ്ണാ, ഞാൻ അവനെ തന്നെ ഇങ്ങ് പൊക്കി നോക്ക്. Alright, he's Chari. He's gonna set a brand new story. See, alright, he's Chari. He's gonna set a brand new story. എന്നെ പറ്റിച്ചിട്ട് കടന്നു കളയലടാ. എങ്ങോട്ടാണ് നീ പോയത്? എന്തൊക്കെയാ നീ ചെയ്തേ? എന്തായിരുന്നു നിന്റെ പ്ലാൻ? അറിയില്ല, ഓർമ്മയില്ല, മറന്നിരിക്കണു. എന്താടാ അത്? അത് അണ്ണാ കിട്ടിയ വഴി തലക്കിട്ടൊന്നും കൊടുത്തു. അപ്പൊ തുടങ്ങി ഈ 3 വാക്കല്ലാണ്ട് വേറെ ഒന്നും പറയുന്നില്ല. അണ്ണൻ കൂടുതൽ ശല്യപ്പെടുത്തി അതും കൂടി അവൻ മറന്നു. ബാബുജി, ഇവനെ കണ്ടിട്ട് എനിക്ക് എന്തോ ഒരു സംശയം. അവൻ തന്നെയാണോ? എടോ, നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എല്ലാത്തിലും കൊണ്ട് തല്ലിയിട്ടോളൂ. താൻ അത്രയ്ക്ക് വലിയ മിടുക്കനാണെങ്കിലേ തന്നെ പോലെ തന്നെ ഇരിക്കുന്ന വേറൊരുത്തനെ താൻ കൊണ്ട് കാണിക്കേ. അണ്ണാ, ഇയാൾ പറയുന്നൊന്നും കേൾക്കരുത് കേട്ടോ. ഇയാളെ പറഞ്ഞുവിട്. അതല്ലടോ. ദേവി ഇത് മനുഷ്യനെ ഉപദ്രവിക്കില്ലേ? അണ്ണാ, നമുക്ക് വേണ്ടതാരാ? ഇവൻ. മേദ്രി ചോദിച്ചാ ഇവനെ കാണിക്കണം, അതുപോലെ. ഇവനോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് ഇവന്റെ അച്ഛൻ അടിക്കടി എന്നെ ഫോൺ ചെയ്തോണ്ടിരിക്കുക. ഇതുപോലെ ഇവൻ അറിയില്ല, ഓർമ്മയില്ല, മറന്നുപോയി എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഇവനെ ഒരു 3 വാക്കൂടെ പഠിപ്പിച്ചാലോ? ട്രെയിനിങ്ങോ? അതെ, ഏത് പൊട്ടനെയും ട്രെയിനിങ് കൊടുത്ത് ശരിയാക്കാം. അതിന് നീ ആരാ? ഇവന്റെ ലോക്കൽ ഗാർഡിയൻ ഞാനാ. ലോക്കൽ ഗാർഡിയനോ? ഒന്ന് നിർത്ത്. എന്റെ അമ്മോ, നിങ്ങളെ കൊണ്ടൊക്കെ ഞാൻ തോറ്റു. അണ്ണാ, ഇവനെ പഠിപ്പിക്കണോ വേണ്ടയോ? എന്തെങ്കിലും ചെയ്ത് തുലക്കേ. ബേട്ടാ, കം. നടക്ക്. മോനെ പൂജാരി, സാഹചര്യങ്ങളുടെ കിടപ്പ് മനസ്സിലാക്കി 3 വാക്കുകൂടി പറഞ്ഞാൽ മോന് കോടി പുണ്യം കിട്ടും. പേയ്മെന്റ് കഴിഞ്ഞിട്ട് മേടിച്ചല്ലേ? മറന്നു പോയിരിക്കണു. അവിടെ പറയേണ്ട കാര്യം നമ്മളോട് എന്തിനാ പറയുന്നത്? ഇവൻ കാശിന്റെ കാര്യത്തിൽ വലിയ ആക്രാന്തമുള്ളവനാ. കാശുണ്ടെങ്കിലേ ഇക്കാലത്ത് ജീവിക്കാൻ പറ്റൂളേ. അപ്പൊ 3 വാക്കുകൾ തരാന്നേ. കൊടുക്കടാ. ഓ, കൊടുത്തേക്കാം. മേജർ സാബ്, മോനെ മോനെ എന്ന് പറഞ്ഞ് വിലപിക്കാറില്ലേ? ഇതാ നിങ്ങളുടെ മോൻ. നരസിംഹ, സുഖമാണോടാ മോനെ? എനിക്ക് സുഖം തന്നെയാണ്. അങ്ങേക്കും സുഖം തന്നെയല്ലേ അച്ഛാ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇവരാരും നിന്നെ ഉപദ്രവിക്കൊന്നും ചെയ്തില്ലല്ലോ. എനിക്ക് സുഖം തന്നെയാണ്. അങ്ങേക്കും സുഖം തന്നെയല്ലേ അച്ഛാ? എന്താടത്? ഇവൻ ഈ 2 വാക്ക് മാത്രമേ പറയുള്ളൂ. 3ാമത്തെ ഒരെണ്ണം ഉണ്ടെണ്ണ. അവൻ പറയലോ അല്ലേ ഭാഷാബായി? മറന്നു കാണുമെന്നാ തോന്നുന്നേ. ഓർത്തോളുമായിരിക്കും. നരസിംഹ, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നോട് പറ. ശരി അച്ഛാ, അച്ഛൻ പറയുന്നത് പോലെ തന്നെ ചെയ്യാം. വേണ്ട, 3ാമത്തതും പറഞ്ഞു. അവൻ വീണ്ടും ആദ്യം മുതൽ തുടങ്ങും. ഇവനെന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? ഇവനും തന്നെ പോലെ മെന്റലായി. ഓരോ ദിവസം ഓരോരോ രീതിയിലാണ് അവന്റെ സംസാരം. മേജർ, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ വർക്ക് ഫിനിഷ് ചെയ്യുന്നു, അതാണ് എല്ലാവർക്കും നല്ലത്. ഓക്കെ ഓക്കെ, എന്റെ മോനൊരു പോറൽ പോലും ഏൽക്കരുത്. ഞാൻ ഏറ്റു. ബൈ. വേൾഡ് കപ്പിന്റെ ഫൈനൽ കണ്ടപ്പോ പോലും ഇത്രയ്ക്ക് ടെൻഷൻ ഉണ്ടായിട്ടുണ്ടാവില്ല. ഉദ്ദേശിച്ച കാര്യം നടന്നില്ലേ ബാബാജി? ഇവനെ കൂട്ടിക്കൊണ്ട് ഇവിടുന്ന് പോടാ. ഓക്കെ ബേട്ടാ, കം. അണ്ണനൊരു ഭാഗ്യവാൻ തന്നെയാണ്. എന്താ? ഇപ്പോ മറ്റവനായിരുന്നെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചാടിപ്പോയനെ. ഇവനായതുകൊണ്ട് ഇവിടെ തന്നെ നിൽക്കും. ഇവനാരാ? അമിതാഭ് ബച്ചൻ, നമ്മുടെ അഭിഷേക് ബച്ചന്റെ ഫാദർ അല്ലേ? ആ, അമിതാഭ് ബച്ചൻ. ബാബുജി, ആ മേജർ വെപ്പൺ റെഡിയാക്കി കഴിഞ്ഞതിനു ശേഷം എന്റെ മകനോട് സംസാരിക്കാതെ വെപ്പൺ ഹാൻഡ് ഓവർ ചെയ്യില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രമങ്ങളെല്ലാം വിഫലമാവില്ലേ? ആലോചിച്ച് നോക്ക്. ബാബുജി, നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കണ്ട. എന്റെ മോള് വിചാരിച്ച ഈ കാര്യത്തിൽ നമ്മളെ സഹായിക്കാൻ പറ്റും. എങ്ങനാന്നറിയോ? എന്റെ മോളും അവനും തമ്മിൽ പ്രേമത്തിലാ. എങ്ങനെയെങ്കിലും അവന്റെ അമ്മയെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കും. ഹലോ ഹലോ ചാരി, ചന്തു, നീ തന്നെയാ? അതെ, ഞാൻ തന്നെയാ. ഇവിടെ നല്ല സൗഖ്യാണ് കേട്ടോ. അവിടെയാണെങ്കിലോ പൂജയും കർമ്മങ്ങളൊക്കെ ചെയ്ത് നടു ഒടിയാ. കാശോട്ട് ഇങ്ങോട്ട് വരായികയില്ലേനും. ഇവിടെയാണെങ്കിലോ വാക്കിന് ലക്ഷം എന്ന കണക്കിന് ലക്ഷങ്ങൾ ഇങ്ങനെ കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുക. എന്താ ഉദ്ദേശം?
അവിടെ തന്നെ അങ്ങ് സെറ്റിൽ ആവാൻ തീരുമാനിച്ചോ? അതിനെന്താ ഇപ്പൊ എത്ര തീരുമാനിക്കാൻ? ഞാൻ സെറ്റിലായി കഴിഞ്ഞു. പൂജാരിയായിരുന്ന നരസിംഹാചാരി ഡോൺചാരി ആയാൽ അതിൽ അസൂയപ്പെടണ്ട കേട്ടോ. ഡോണോ? അതെന്നെ. ബന്ധം അവൻ എന്നെ മാത്രല്ല അയാളെ കൂടി ഇപ്പൊ പറ്റിച്ചോണ്ടിരിക്കുക. എന്ത് പറ്റിച്ചു? അവനെ പോലെ തന്നെയുള്ള മറ്റൊരുത്തരുണ്ട്. അവന് പകരമായി ഇവൻ ഒരു വലിയ സംഖ്യ കൈപ്പറ്റിക്കൊണ്ട് കൽക്കത്തയിൽ പോയിരിക്കുകയാണെന്ന് അഗ്രഹാരത്തിൽ ഒരു സംസാരമുണ്ട്. ഈ അവസരം നമ്മൾ ഉപയോഗിക്കണം. സത്യങ്ങളെല്ലാം ബാബുജിയെ അറിയിക്കണം. അത് നിസ്സാരല്ലേ, നമുക്ക് നോക്കാം. ഒരുപക്ഷെ നടന്നില്ലാച്ചാ നമുക്ക് അവനെ തീർക്കണം. അതിന് നീ തയ്യാറായിരിക്കുക. നമ്മളായിട്ട് അത് ചെയ്യണോ? അവൻ തിരിച്ച് നമ്മളെ അങ്ങോട്ട് തീർത്താലോ? നിനക്ക് പറ്റില്ല വെച്ചാ നോം തന്നെ അവന്റെ കഥ കഴിക്കും. അമ്മാവന് ഇത്രയും ശൗര്യം ഉണ്ടാവുന്നു നോം നിരീക്ഷിച്ചില്ല. നീ മാത്രമല്ല, നോമും നിരീക്ഷിച്ചിട്ടില്ല. എന്താ ഒരു പുജ്ഞം? എന്തായാലും ശാന്ത നൈറ്റ് ഡ്യൂട്ടിയാ? താങ്ക് യു. എന്താണ് മോളിയാന്റെ നേരത്തെ എന്നോട് ഫോണിൽ പറഞ്ഞ പുതിയ വീസ എവിടെയാ? ഹാ ബാബുജി, അവളവിടെ വെയിറ്റ് ചെയ്യാ. ജാओ എൻജോയ് കരോ. ജായേ ജായേ. ആളൊരു കിളന്താണല്ലോ. അല്ല മോളെ, നീ നമ്മുടെ നാട്ടുകാരിയാ? അതെ. ഉദ്ഘാടകൻ ഞാനായത് നിന്റെ ഭാഗ്യം. ഞാൻ കൈവച്ചവരൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുണ്ട്. അത്ര കൈപുണ്യ കൊച്ചെനിക്ക്. ഇത് ഒറിജിനലോ ഡ്യൂപ്ലിയോ? ഏയ് ആരാ നീ? ഒറിജിനലാ? എന്റെ പൊന്നനിയാ, ഞാനിവിടെ ഒരു ഉദ്ഘാടനത്തിന് വന്നാ. ഈ അടിയും പിടിയും നമുക്ക് ശരിയാവില്ല. എന്നാ ഞാൻ പോട്ടെ. എന്റെ അച്ഛനുള്ള ഐലൻഡ് ഏതാടാ? സത്യമായിട്ട് എനിക്കറിയില്ല. എനിക്കെന്നല്ല, ആർക്കും അതറിയില്ല. പരമരഹസ്യമാക്കി വെച്ചിരിക്കുവോ അണ്ണൻ ആ സ്ഥലം. ധനരാജിന് മാത്രമേ ആ സ്ഥലം അറിയൂ. എന്നെ വിശ്വസിക്കേ. ധനരാജ് ഇപ്പൊ എവിടെ ഉണ്ടോ? അവൻ എവിടെ ഉണ്ടാവുമെന്ന് ആർക്കും അറിയില്ല. പക്ഷേ എല്ലാ വെള്ളിയാഴ്ചയും സൈക്ലോൺ പബ്ബിൽ വരാറുണ്ട്. അവിടെ വെച്ച് നിങ്ങൾക്ക് അവനെ പിടിക്കാൻ പറ്റും. എന്നെ വിട്ടേക്കനിയാ. ഇനി ഒരുപാട് ഉദ്ഘാടനങ്ങൾ നടത്തണമെന്ന് ആഗ്രഹമുണ്ടേ. അമ്മേ മഹാമായി, ഇവന്മാര് രണ്ടുപേരാണെന്നുള്ള ഭീകരസത്യം അണ്ണനെങ്ങാനും അറിഞ്ഞ അതോടെ എന്റെ കട്ടയും പടവും മടങ്ങും. ആ ബാബുജിയുടെ അഡ്രസ് പിടിച്ചോളാ. എന്താണ് ചോട്ടാബായി പറയണത്? അതെ തിരുമേനി, ആ നരസിംഹൻ ഇവിടെ തന്നെയുണ്ട്. ഓർക്കുമ്പോ ചങ്ക് കിടന്നു. പിന്നെ അവനെ പിടിച്ചൂടെ? പുലിവിടെ കൊണ്ട് കൈയിട്ട് കടി വാങ്ങിക്കാൻ എനിക്ക് താല്പര്യമില്ല. നരസിംഹനെ കാണാൻ ഹൈദരാബാദിൽ നിന്നാരോ വന്നിരിക്കുന്നത്. എന്നെ കാണാൻ മാത്രം ഇപ്പൊ ആരാ? ഗുരുദേവ അവിടെന്നോ? നിന്റെ വേഷപ്പകർച്ച ഗംഭീരായിട്ടുണ്ട്. താങ്ക് യു ഗുരുദേവ. അതിരിക്കട്ടെ, എന്താ ഈ വരവിന്റെ ഉദ്ദേശം? നോം വന്നതല്ലടാ, നിന്റെ വില്ലനായി അവതരിച്ചതാ. എന്താ ഗുരുദേവ, വില്ലത്തനം പാവാണ് കേട്ടോ. നോം വില്ലനായിരുന്നില്ല, നായകനായിരുന്ന നമ്മെ നീയും ചന്തുവും കൂടി വില്ലനാക്കിയതാ. ഇപ്പൊ എന്റെ ഗുരുദേവൻ എന്താ വേണ്ടേ? ചന്ദ്രകല. അപരാധം അപരാധം, ഞങ്ങളുടെ നിശ്ചയം കഴിഞ്ഞതല്ലേ? സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്റെ സാധന നടത്തേണ്ടി വരും. ഏത് സത്യം? നീയല്ല എന്നുള്ള സത്യം. നിന്നെ കാശ് തന്ന് വിലക്കെടുത്താന്നുള്ള സത്യം. ഈ കാര്യം ബാബുജിയുടെ ചെവിയിലെത്തിയ എന്താ സംഭവിക്കാന്നറിയാലോ? അത്രയ്ക്ക് അങ്ങോട്ട് വേണോ ഗുരുദേവ? വേണമെന്ന് തന്നെയാ. മനസ്സ് മാറ്റില്ലേ? കൗബീനം മാറ്റിയാലും തോന്നും നമ്മുടെ മനസ്സ് മാറ്റില്ല. ശരി, നിക്ക് ഒരു നിമിഷം സമയം തരിക. എന്തുവാ ഗുരുദേവൻ എന്നോട് പ്രതികാരം ചോദിക്കാൻ വന്നിരിക്കുക. ബാബുജിയോട് പോയി സത്യമൊക്കെ പറയത്രേ. അവനെ ഇപ്പൊ തന്നെ അങ്ങ് തടയരുത്. ഇപ്പൊ നമുക്ക് വെറുതെ എടുത്തുയാട്ടമല്ല, ബുദ്ധിയാണ്. വരാൻ പാടില്ലാത്തടുത്ത് വരാൻ പാടില്ലാത്ത സമയത്ത് അവൻ വന്നു. ഇനി അവൻ തിരിച്ചു പോകരുത്. ഗുരുദേവ, ബാബുജിയുടെ വലങ്കയായ ഭാഷാബായി അകത്തേക്ക് വിളിക്കുന്നുണ്ട്. അങ്ങോട്ട് ചെല്ലുക, എന്നിട്ട് മൊത്തം അങ്ങോട്ട് പറയാ. ചന്ദ്രകലയെ മാത്രം കിട്ടില്ല. നീ തുനിഞ്ഞിറങ്ങിയിരിക്കാനല്ലേ? നോം കാണിച്ചു തരാം. നമസ്കാരം ഉണ്ട്. ആ കഥ കടയ്ക്കാൻ പറഞ്ഞോളൂ. ഇപ്പൊ ഒരുത്തം പോയില്ല. അമ്പലത്തിലെ കഥനെ പൊട്ടണ ഒരു ശബ്ദം കേട്ടല്ലോ. എന്താ ഗുരുദേവ? നിങ്ങൾ ഭാഷാബായിയെ കൊന്നൂല്ലേ? നോമാരെയും കൊന്നിട്ടില്ല കേട്ടോ. അകത്ത് കയറിയോണ്ട് ലൈറ്റ് പോയി. ലൈറ്റ് വന്നപ്പോ കയ്യിലൊരു തോക്ക്. അയാൾ മരിച്ചു കിടന്നു. ഇതിനാണ് നമ്മുടെ നാട്ടിൽ കൊലപാതകം എന്ന് പറയണേ. കാറ്റ് പോയോ? തട്ടിക്കളഞ്ഞോടാ. നോമല്ല, എന്റെ ഭാഷാബായിയെ കീച്ചു കളഞ്ഞല്ലടാ. എന്റെ അണ്ണന്റെ റൈറ്റ് ഹാൻഡ് ആയിരുന്നടാ ഈ ശവം. എന്നെ ഓർത്ത് എന്റെ ഗുരുദേവനോടൊന്ന് ക്ഷമിക്ക. ഞാൻ ക്ഷമിച്ചിട്ടെന്ത് കാര്യം? അണ്ണൻ ക്ഷമിക്കണ്ടേ? കേക്ക, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങളത് അനുസരിക്കാം. ശരി, നീ പറഞ്ഞുകൊണ്ട് ഞാൻ ക്ഷമിക്കാം. അണ്ണൻ വരാനുള്ള സമയമായി. ആദ്യം ശവം എടുത്തുകൊണ്ട് കടലിൽ. എന്തായി പറയണേ? കർമ്മങ്ങൾ ചെയ്യാണ്ട് കൊണ്ട് കടലിൽ തട്ടുകയെ ആത്മാവിന് ശാന്തി കിട്ടുമോ? കൊന്നതും പോരാ, പിന്നെ നിത്യശാന്തി നിർത്തുന്നു. അയാളോട് നിർത്താൻ പറയാ. എന്റെ പൊന്ന ചോട്ടാബായി, ഈ അശ്ലീലം പറച്ചിലൊന്ന് നിർത്തുക. ഗുരുദേവ അസഭ്യം കഴിഞ്ഞിരിക്കുന്നു. കൈയെടുക്ക. ചോട്ടാബായി പിടിക്ക. ഇവൻ ഇത്ര പെട്ടെന്ന് മരിക്കുന്നു സ്വപ്നേമി തിരിച്ചില്ല. ഇത്ര പെട്ടെന്ന് മരിക്കുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല.
എന്താ ഗുരുദേവ എന്തുണ്ടായി? ഭാഷ ജീവനോടെ ഉണ്ടടാ. എവിടെ? അവിടെ. അപ്പൊ ഇയാളോ? ഇത് ഭാഷ തന്നെയാണല്ലോ. അതേലോ. അപ്പൊ നോം അവിടെ കണ്ടത് ആരെയാ? നിങ്ങൾ ആരെ കണ്ടെന്നാ പറയണേ ഗുരുദേവ? ചാരി നോം കള്ളം പറയില്ല. നോം കണ്ടത് ഭാഷയെ തന്നെയാ. എന്റെ ചോട്ടാബായി ഒന്ന് അടങ്ങ്. അറിയാതെ പറ്റിയാൽ നോം പറഞ്ഞല്ലോ. അയാളോട് ശവം എടുത്തോണ്ട് പോവാൻ പറയാ. ചോട്ടാബായി ശവം എടുത്തോണ്ട് പോവാ. നീ പറഞ്ഞുകൊണ്ട് ഞാൻ എടുത്തോണ്ട് പോവാം. ചാരി നമുക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ അടിയാനുള്ള അസഭ്യ വർഷം. ചോട്ടാബായി ബാബുജി അറിയുന്നതിന് മുമ്പ് ഈ ശവം ഇവിടെ നിർത്തോണ്ട് പോണണ്ടോ? ശരി, ഓക്കെ. എന്റെ ശവം കർമ്മങ്ങൾ ചെയ്തയച്ചോ പൂജാരി? നിക്കണു ഭാഷാവായി. എവിടെയാ ഗുരുദേവ? നിനക്ക് കാണാൻ പറ്റണില്ലേ? ആത്മാക്കളെ കാണാൻ കഴിയില്ല. ആത്മാവിനോട് സംസാരിക്കുന്നതാ. ആത്മാവൂലൊരു കുന്തൂല്ല. ഗുരുദേവന് നൽകി നെല്ലിക്കതളം വെക്കേണ്ടിയിരിക്കണു. ആർക്കും കാണാനും കഴിയില്ല, ആർക്കും കേൾക്കാനും കഴിയില്ല, നിനക്കല്ലാതെ. എനിക്ക് മാത്രം ആ സിദ്ധി എന്തിനാ തന്നെ? എന്നെ കീച്ചിക്കളഞ്ഞത് നീ. ഇനി ഞാൻ എന്നും നിന്റെ കൂടെ ഉണ്ടാവും. നിന്റെ നിഴല. നീയായിരുന്നോ? അതേടാ, ഞാൻ തന്നെയാ. എനിക്കറിയാമായിരുന്നടാ. നിന്റെ വേഷം കെട്ട് കണ്ടപ്പോഴേ എനിക്ക് സംശയമുണ്ടായിരുന്നു. വേഷം കെട്ട് പലതും കാണാൻ പോകുന്നതേ ഉള്ളൂ. എന്റെ അച്ഛനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഐലൻഡ് എന്ന് പറയടാ. നീ എന്നെ എന്തൊക്കെ ചെയ്താലും ഞാൻ പറയില്ല. പറയും, നീ തന്നെ. ഇനി നീ പറയും. പറയാം. കളികാട്ടിൽ നിന്നും